ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7-ന്റെ പുതിയൊരു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ തല വെട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. അതിനും വേണ്ടി ലൈവ് കണ്ട് തലക്കൊക്കെ ഇങ്ങനെ കിറങ്ങി അടിച്ചിരിക്കാത്ത ലൈവ് കാണുന്ന സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ ഇവിടേക്ക് ഉള്ളിയും കൊണ്ടൊക്കെ വണ്ടികൾ പോകും. ഉള്ളി അതുപോലെ പച്ചക്കറി മാങ്ങയൊക്കെ കൊണ്ട് ഇങ്ങനെ വണ്ടികൾ പോകുമ്പോൾ ഈ റെക്കോർഡിലാണ് ഇവർ സാധനം ഇങ്ങനെ വിളിച്ചു പറയാം. അപ്പം ഉള്ളി 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 100 രൂപ, ഉള്ളി 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 100 രൂപ, ഇതിങ്ങനെ റെക്കോർഡ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ ഈ ഒരു മണിക്കൂർ അനീഷിൻ്റെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് അതാ തോന്നിയത്. സീരിയസ് ആയിട്ട് എന്താ പറയുക, എങ്ങനെ ഹൗസ് മേറ്റ്സ് അനീഷിനെ ഇത്രയും ഇങ്ങനെ ക്ഷമയോടെ കൊണ്ടു നടക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്താ പറയുക അതിശയം തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഈ 19 പേര് പുള്ളീനെ സഹിക്കുകയാണ്, സത്യത്തിൽ സഹിക്കാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുള്ളിയുടെ മേലെ വെച്ച് സംസാരിക്കേണ്ട ഇവർക്ക് വോയിസില്ല, ഇത് റിപ്പീറ്റാണ്. അതായത് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വോയിസ് അതിൻ്റെ മുകളിൽ എത്തിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. കാരണം അനീഷ് ഒന്നും കേൾക്കുന്നില്ല. അനീഷിൻ്റെ ഒരു പോയിന്റ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ഇറിറ്റേറ്റിംഗ് കേട്ടോ. അത് അനീഷിൻ്റെ യാത്രയാണ്. അത് ജനങ്ങളിൽ അനീഷിൻ്റെ എന്താ പറയുക ഒരു സ്ഥാനം കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീരിയസ്ലി എൻ്റെ കൂടെ ലൈവ് കണ്ട 1-2 പേർക്ക് ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്തായാലും അത് നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇതിനകത്ത് രേഖപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പണിപ്പുര ടാസ്കിലോട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് നമ്മുടെ റാങ്കിങ് ടാസ്ക് വന്നത്. അതായത് പണിപ്പുരയ്ക്ക് ഒരു സാധനങ്ങൾ എടുക്കണം, അതിനായിട്ട് കൊടുത്തൊരു ഗെയിമാണ് റാങ്കിങ് ടാസ്ക്. ഈ റാങ്കിങ് ടാസ്ക് നമ്മൾ പല സീസൺസിലും കണ്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് ഓർമ്മയുണ്ട് 10 പേരൊക്കെ വരുമ്പോഴാണ് മിക്കവാറും റാങ്കിങ് ടാസ്ക് ഒക്കെ ഉണ്ടാവുക. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ ഇത്രയും ദിവസം വരെ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ച വെച്ചിട്ടുള്ള പ്രകടനങ്ങളെ വിലയിരുത്തി സ്വയം എനിക്ക് ഇന്ന ഒരു റാങ്ക് വേണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് വാദിക്കുകയാണ്, അതിനുവേണ്ടി തർക്കിക്കുകയാണ്. ആ പോയിന്റുകൾ അവർ ഓരോന്നായിട്ട് എടുത്ത് പറയുകയാണ്. പക്ഷെ ഇത് നടക്കുന്നത് എപ്പോഴും ഒരുപാട് നാളിങ്ങനെ പോയതിന് ശേഷമായിരിക്കും ഇതെല്ലാം അവിടെ നടക്കുക. പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 7-ന്റെ 2ാമത്തെ വീക്കായിട്ടുള്ളൂ. 2ാമത്തെ വീക്കിൽ തന്നെ ഈ ഒരു കാര്യം വന്നതോടുകൂടി തന്നെ പല ആൾക്കാർക്കും പറഞ്ഞ് സ്ഥാപിക്കാനായിട്ടൊന്നുമില്ല. ഗെയിമിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേരുണ്ട്, മറ്റു കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള, കാരണം ഇവരങ്ങോട്ട് ഇൻവോൾവ് ആയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വാദിക്കാനായിട്ട് കാര്യങ്ങളിൽ ഇവർ സ്വയം എനിക്ക് ഇന്നത് മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഇതിനകത്ത് അനീഷ് ഭയങ്കര വാശിനകത്ത് എന്താ പറയുക, എനിക്ക് 1ാം സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക 1 മണിക്കൂർ പറയാം. ബിഗ് ബോസ് ഇതിനകത്ത് വെച്ചേക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദില എന്ന് പറയുന്നത് 2 പേരായിട്ട് മാറ്റി. അതായത് 2 കണ്ടസ്റ്റൻസ് ആണ് ഇനി അവർ ഈ ഒരു ടാസ്കിനകത്ത്. അതുപോലെ തന്നെ 1000 പോയിന്റ് കൊടുത്തു. 1000 പോയിൻ്റാണ് ഇത്. പിന്നെ ഗ്രൂപ്പ് കളി കാര്യങ്ങളൊന്നും പാടില്ല. ഇതാണ് ബിഗ് ബോസ് മുന്നിലോട്ട് വെച്ചിട്ടുള്ള കാര്യം. പിന്നെ 1ാം സ്ഥാനത്തിനുള്ള ആൾക്ക് 20 സെക്കൻഡ്സും 2ാം സ്ഥാനത്ത് വരുന്ന ആൾക്ക് പണിപ്പുരയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ടുള്ളത് 15 സെക്കൻഡ്സും ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡ്സുമാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. പക്ഷെ 19 പേരുണ്ട്, 1000 പോയിന്റ് ഉണ്ട്. ഇവർക്ക് നന്നായിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അനീഷ് 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് വളരെ എന്താ പറയുക വാശി എന്ന് വെച്ചാൽ അയ്യോ നമുക്ക് പറയാൻ പറ്റില്ല. അമ്മാതിരിയുള്ള വാശി പിടുത്തമാണ് കണ്ടത്. ആ വാശി പിടുത്തം കൂടിയിട്ട് ഇവർക്ക് ലാസ്റ്റ് എന്താ പറയുക വേണ്ട എന്നുള്ളൊരു സ്ഥിതിയിലെത്തി. അതായത് അനീഷിൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് അനീഷ് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള സ്ഥിതിയിലോട്ട് അവരെത്താണ്. കാരണം അവരുടെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. അവിടെ പലർക്കും ഈഗോ ഹേർട്ട് ഉണ്ട്. അപ്പാനിക്കുണ്ട്, അക്ബറിനുണ്ട്, അങ്ങനെ കുറച്ച് പേർക്ക് ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. ഇവിടെ ഷാനവാസ് നല്ലൊരു ഗെയിം പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവനെ 1ാം സ്ഥാനത്തോട്ട് വിട്ടിട്ട് അവനെ വിടാം, അവനെന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വരട്ടെ, ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു കാര്യം ഷാനവാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 കാര്യങ്ങൾ അതിനകത്ത് ഷാനവാസ് പറഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവരുടെയും കൂടി അഭിപ്രായത്തിൽ ഈ എന്താ പറയുക അനീഷിനെ പോകാൻ ആർക്കും ഒന്നും വേണ്ട, സാക്രിഫൈസിങ് ആണ്. അനീഷ് കൊണ്ടുവന്ന ഒരു സാധനം ഞങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ ഗെയിം അങ്ങനെ ഇല്ലാണ്ടാക്കി. കാരണം 1 മണിക്കൂർ കഴിഞ്ഞ് ബിഗ് ബോസ് റദ്ദാക്കും. പക്ഷേ ബിഗ് ബോസ് ഇവിടെ നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം. അതായത് ഇവർ 19 പേരും അതായത് 18 പേരും ഒരഭിപ്രായത്തിലോട്ട് വന്നപ്പോൾ ഒരാൾ മാത്രം അനീഷ് മാത്രം മാറി നിന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കണം. അതായത് ഒരാൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ശരിയാക്കാതെ ഈ ഗെയിം മുന്നോട്ട് പോവില്ല. അതാണ് ബിഗ് ബോസിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അനീഷിനെ വിടാനായിട്ട് കുറേ പേരുടെ ഈഗോ സമ്മതിച്ചില്ല. സംഭവം ഈ ടാസ്ക് ഫ്ലോപ്പായി, ബിഗ് ബോസ് റദ്ദാക്കി. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കടന്നു. ആദിലയുടെ കാലിൽ കുപ്പിച്ചിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 1ാം സ്ഥാനത്തിന് വേണ്ടി സോഫയുടെ അറ്റത്തു നിന്നാണ് വന്നിരിക്കേണ്ടിയിരുന്നത്. ഈ അറ്റത്ത് വന്നിരിക്കേണ്ടപ്പോൾ അനീഷ് വന്നിരുന്നപ്പോൾ നമ്മുടെ റെന അവിടെ കയറി നിൽക്കുക, റെനയുടെ കാലുമ കൊണ്ട് സ്റ്റൂൾ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പിസോഡിൽ എന്തായാലും കാണിക്കുമായിരിക്കും. അതിനുശേഷം ഇവിടെ ഈ അനീഷിൻ്റെ ഗെയിം 3-4 പേർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. 1 അനു, ഷാനവാസ്, 2 ഷാരിക. ഇവർ 3 പേരും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അനീഷിന് പോകാനായിട്ട് 20 സെക്കൻഡ് ഉണ്ട്. അനീഷ് എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് വരട്ടെ. ബാക്കി 18 പേർക്കും സെക്കൻഡ്സ് വെച്ചുകളുണ്ട്. 1000 പോയിന്റ് ഉണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ ഷോർട്ട് ഉണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശാരിക പറയുന്നുണ്ട് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമുക്കതിന് മൈൻഡ് ചെയ്യണ്ട എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ അപ്പാനിക്കും, അതുപോലെ തന്നെ അക്ബർ, പിന്നെ അതുപോലെ തന്നെ ബിന്നി, പിന്നെ നമ്മുടെ ബിൻസി, അങ്ങനെ കുറേ പേർക്കൊക്കെ ഈഗോ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒനിയൻ, ഇവർക്കൊക്കെ ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട് അനീഷിൻ്റെ കാര്യത്തിൽ. അതാണ് മെയിനായിട്ട് ഇവർ ഈ ടാസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുണ്ടായ കാരണം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവർക്ക് അനീഷിനെ വിടാമായിരുന്നു. കാരണം 20 സെക്കൻഡ് അനീഷ് എന്തുകൊണ്ടിരുന്നു എന്നുള്ളത് അവിടെ ഒരു പോയിൻ്റാണ്. പക്ഷേ ബാക്കി ഓരോ സെക്കൻഡ്സും അവർക്കും വിലപ്പെട്ടതാണ്. ഓരോരുത്തർക്കും അതിലോട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. അവരത് വേണ്ടാന്ന് വെച്ചു. അതിന് അവർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്യാപ്റ്റൻസിയിലോട്ട് അനീഷ് പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും, ചിലപ്പോൾ എന്താ പറയുക നോമിനേഷൻ ഫ്രീ ആവും. അതൊന്നും അവന് വരാതിരിക്കാനായിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. പക്ഷേ അതെന്തായാലും വന്ന കാര്യമാണ്. അത് നമുക്ക് ഈ പറയുന്ന ഗെയിമൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എത്രത്തോളം നടന്നാലും ശരി, ഇത് ജനങ്ങളിലോട്ട് എത്തണ്ടേ, ജനങ്ങൾ ഏറ്റെടുക്കണ്ടേ. ആ ഒരു കാര്യം ചിന്തിച്ചിട്ട് അവർക്ക് എന്തായാലും ആ ഗെയിം ചെയ്യായിരുന്നു. ഇതെന്തഭിപ്രായമാണ് നിങ്ങളുടെ, എന്തഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എന്താ പറയുക കമൻ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.